الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അധ്യാപകരിൽ നിന്നും നേരിട്ട് വളരെ മോശമായ ജാതി അധിക്ഷേപം കാരണമെന്ന് പറയപ്പെടുന്നു. ഒരു ദന്തൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വാർത്തയാണ് 4-5 ദിവസങ്ങളായി, അതല്ലെങ്കിൽ 3-4 ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സജീവമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രമുഖ വിഷയങ്ങളിൽ ഒന്ന് അതാണെന്ന് നമുക്കറിയാം. മകനെ ഒരു ഡോക്ടറാക്കുക എന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ സ്വപ്നം കൂടിയാണ് ഈ കുഞ്ഞിൻ്റെ ആത്മഹത്യയോടുകൂടി, അതല്ലെങ്കിൽ മരണത്തോടുകൂടി തകർക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമാണ് തകർന്നു പോയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇക്കാലത്തും ജാതി വിവേചനങ്ങൾ ഉണ്ടാവുക എന്നത് അങ്ങേയറ്റം സങ്കടകരമായ കാര്യമാണ്. ഒരു സമുദായത്തിനകത്ത് മാത്രമല്ല. ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തെ മോശമാക്കാൻ വേണ്ടി പറയുന്ന ഒരു സംസാരമല്ല. ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലുള്ള ഇതുപോലുള്ള വിവേചനങ്ങൾ ഇത്ര കാഠിന്യമുള്ളതല്ലെങ്കിൽ പോലും, ഇത്ര ഭീകരമല്ലെങ്കിൽ പോലും മുസ്ലിം സമുദായത്തിനകത്തുമുണ്ട് എന്നുള്ളതാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ബാർബർ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ബാർബർ ജോലി നിർവഹിക്കുന്ന മലബാറിൽ നിന്നുള്ള ഏതാനും ചില ആളുകൾ, അവരുമായിട്ട് സംവദിക്കാൻ, ആശയവിനിമയം നടത്താനുള്ള നല്ലൊരു അവസരം ലഭിച്ചു. അവർ നേരിടുന്ന, അവർ അഭിമുഖീകരിക്കുന്ന ധാരാളം വിവേചനങ്ങളെ സംബന്ധിച്ച് അവർ പങ്കുവെക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ആയിടെ തന്നെയാണ് മധ്യ കേരളത്തിലെ ഒരു മഹല്ല് ജമാഅത്തിന്റെ പൊതുയോഗത്തിൽ നിന്ന് ഒരാളെ ഇറക്കിവിട്ട സംഭവം കൂടി ഉണ്ടായത്. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഒരു ദന്തൽ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതെങ്കിലും, വിവേചനങ്ങൾക്കെതിരെ സംസാരിക്കുന്നതെങ്കിലും, വിവേചനങ്ങൾക്കെതിരെയുള്ള ശബ്ദങ്ങളും നവോത്ഥാന മുന്നേറ്റങ്ങളും എല്ലാ സമുദായങ്ങൾക്കകത്തും നടക്കേണ്ടതും തുടരേണ്ടതുമായ കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം കുറ്റപ്പെടുത്തി മോശമാക്കി ബാക്കിയുള്ള സമുദായങ്ങളെല്ലാം നല്ലതാണ് എന്ന രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് വാർത്തയാവുമ്പോഴാണ് അത് നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഇത്രയൊക്കെ വിവേചനങ്ങൾ സമൂഹത്തിൽ ഉണ്ടോ എന്ന് ആളുകൾ ചിന്തിക്കുമാറ് സഗൗരവം ആ വിഷയത്തെക്കുറിച്ചൊക്കെയുള്ള ആലോചനകൾ നമ്മുടെ മനസ്സിലേക്ക് അപ്പോഴാണ് വരുന്നത് എന്നുള്ളതാണ്. ജാതി വിവേചനം മാത്രമല്ല, ഒരു തരത്തിലുള്ള വിവേചനം അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. സമ്പത്തിന്റെ പേരിലുള്ള വിവേചനം എന്ന് പറഞ്ഞാൽ ദരിദ്രരായ ആളുകളെ ചില പ്രത്യേക ഘട്ടത്തിൽ മാറ്റി നിർത്തുക, ചില പ്രത്യേക ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, ഇത് ദരിദ്രരോടുള്ള വിവേചനമാണ്, പാടില്ലാത്തതാണ്. അതുപോലെ ഒരു വിവേചനവും പാടില്ല എന്നുള്ളതാണ്. ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് പ്രവേശിച്ച ആളുകൾ നവമുസ്ലിങ്ങൾ എന്ന് അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നവമുസ്ലിങ്ങൾ എന്ന പ്രയോഗം തന്നെ നമ്മളായിട്ട് തുടങ്ങിയതാണ്. സത്യത്തിൽ ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് കടന്നു വന്നവരെല്ലാം നവമുസ്ലിങ്ങളാണ്. അവർ കൂടുതൽ ആദരവിനും ബഹുമാനത്തിനും അർഹരാണ്. പക്ഷേ ചിലപ്പോൾ ചില ഇടങ്ങളിലെല്ലാം അവരോടൊരു പ്രത്യേകതരം വിവേചനം, സമ്പത്തിന്റെ പേരിലുള്ള വിവേചനം, പുതുതായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളോടുള്ള വിവേചനം,
അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള ബാർബർമാർ പോലുള്ള ആളുകൾ, അവരുടെയൊക്കെ ആ തൊഴിലൊക്കെ ഏർപ്പെടുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവർ അഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമായ വിവേചനങ്ങൾ കൂടി അതിൻ്റെ കാരണങ്ങളായി മാറാം. സഹോദരങ്ങളെ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമുദായങ്ങളിൽ വിവേചനങ്ങൾ അതിൻ്റെ കാഠിന്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും ഇന്നും നിലനിൽക്കുന്നു എന്നതിൻ്റെ ചില വാർത്തകളാണ് ഇന്ന് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിവേചനങ്ങളെ എല്ലാം അതിജീവിക്കുവാൻ, അതിനെ തുറന്നെതിർക്കുവാൻ നമുക്ക് സാധ്യമാവണം സഹോദരങ്ങളെ, സഹോദരിമാരെ. കാരണം നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഇതിനെയെല്ലാം തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമാണ്. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും സമത്വവും നീതിയും സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. പക്ഷേ കേവലം വാഗ്ദോരണികൾ കൊണ്ട് മാത്രം, കേവലം വാചക കസർത്തുകൾ കൊണ്ട് മാത്രം വിവേചനങ്ങളെ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. മാനവികതയെ ശക്തിപ്പെടുത്തുന്ന 6 ആശയങ്ങളുടെ പ്രബോധകരും അതിൻ്റെ പ്രചാരകരുമായിട്ട് മാറാൻ ഈ സന്ദർഭത്തിൽ, ഈ കാലയളവിൽ പ്രത്യേകമായിട്ട് നമുക്ക് സാധ്യമാവണം. ഖുർആനികമായ ഇസ്ലാമികമായ 6 ആശയങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും നല്ലതുപോലെ കേൾക്കുകയും അതൊരു നിലപാടായി സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഒന്നാമത്തേത്, മനുഷ്യരായി കാണാൻ, മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ മഹത്വം ഖുർആനിനെ പോലെ ഉദ്ഘോഷിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം ലോകത്തില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായും വ്യക്തമായും മനുഷ്യന്റെ മഹത്വം, അവന്റെ ആത്മീയമായ ഔന്നിത്യം ഖുർആൻ വ്യക്തമാക്കിയിരിക്കാൻ. ഖുർആൻ പറയുമ്പോൾ അത് ആത്മീയമായ ഔന്നിത്യം കൂടിയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ വചനം. അല്ലാഹു പറയാൻ, വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. നിശ്ചയം ആദം സന്തതികളെ നാം ഏറെ ആദരിച്ചിരിക്കുന്നു, നാം ഏറെ ബഹുമാനിച്ചിരിക്കുന്നു. അവനെ കരയിലും കടലിലും നാം വഹിക്കുകയും ചെയ്തിരിക്കുന്നു, അതല്ലെങ്കിൽ വഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. നല്ല ഭക്ഷണപാനീയങ്ങൾ ധാരാളമായിട്ട് അവന് നൽകിയിരിക്കുന്നു. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. അള്ളാഹ് സൃഷ്ടിച്ച ജീവജാലങ്ങളെക്കാളെല്ലാം, സൃഷ്ടികളെക്കാളെല്ലാം മനുഷ്യനെ അല്ലാഹു തആല ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹുവിൻ്റെ ഏറ്റവും ആദരണീയരായ മഹത്വമേറിയ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. കേവലം ഒരു ജീവിയല്ല, കേവലം ഒരു ജന്തുവല്ല മനുഷ്യൻ. അല്ലാഹു തആല ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്ന സഹോദരങ്ങളെ. എല്ലാ ജീവജാലങ്ങളെക്കാളും മനുഷ്യൻ ആദരിച്ചിരിക്കുന്നു. വിശ്വാസമുള്ള മനുഷ്യനെന്നൊന്നുമല്ല, വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും മനുഷ്യ സമൂഹത്തിൽപ്പെട്ട എല്ലാവരും ഈ ആദരവിന് അർഹരാണ് സഹോദരങ്ങളെ. അതാണ് മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത്. ഈ മഹത്വം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഒന്നാമതായിട്ട് വേണ്ടത്, അല്ലാഹ് പറയാണ് ഖുർആനിൽ, വഇദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. അല്ലാഹു മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. നിശ്ചയം ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ്. അള്ളാഹുവിൻ്റെ ഖലീഫ, അള്ളാഹുവിൻ്റെ പ്രതിനിധി, അതാണ് മനുഷ്യൻ. അള്ളാഹ് ആദരിച്ചതിൻ്റെ ഭാഗമായി മനുഷ്യനെ അള്ളാഹു ഭൂമിയിലെ അവൻ്റെ ഏക പ്രതിനിധിയായി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര മനോഹരമായ, എത്ര ചിന്താർഹമായ പ്രയോഗങ്ങളാണ് ഖുർആൻ മനുഷ്യനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. വനഫഖ്തു ഫീഹി മിർ റൂഹി, ഖുർആന്റെ ഒരു പ്രയോഗമാണ്. മനുഷ്യനിൽ നിശ്ചയം നാം നമ്മുടെ ചൈതന്യത്തെ ഊതിയിരിക്കുന്നു. അള്ളാഹു പറയാണ്, നാം നമ്മുടെ ചൈതന്യത്തിൽ നിന്ന് മനുഷ്യരിൽ ഊതിയിരിക്കുന്നു. വേറൊരു ജീവിയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. മനുഷ്യരിൽ അള്ളാഹുവിന്റെ ചൈതന്യത്തിൽ നിന്ന് ഊതിയിരിക്കുന്നു. ഖുർആനിന്റെ പ്രയോഗമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. ആ അടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല മനുഷ്യരുടെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ അള്ളാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകളോട് പോലും പറഞ്ഞത്. മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ പറയാണ് അള്ളാഹു. وإذا قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. നാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. മലക്കുകളോട് മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ നമിക്കുവീൻ, നിങ്ങൾ സാഷ്ടാംഗം നമിക്കുവീൻ എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അള്ളാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകളോട് മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുവാൻ പറയുകയാണ്. മലക്കുകളെല്ലാം സാഷ്ടാംഗം നമിച്ചു. ഇബ്ലീസ് മാത്രം, മലക്കുകളുടെ ഗുരുനാഥനായ ഇബ്ലീസ് മാത്രം സാഷ്ടാംഗം നമിച്ചില്ല. ആ ഒരൊറ്റ കാരണത്താൽ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, ഇബ്ലീസ് വിസമ്മതിച്ചു, ഇബ്ലീസ് അഹങ്കാരിയായി, ഇബ്ലീസ് നിഷേധികളിൽ പെട്ടുപോവുകയും ചെയ്തു. അള്ളാഹുവും ഇബ്ലീസും തമ്മിലുള്ള പിണക്കം, അള്ളാഹുവും ഇബ്ലീസും തമ്മിലുള്ള വിരോധത്തിന്റെ തുടക്കം സഹോദരങ്ങളെ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മലക്കുകളോടെല്ലാം അള്ളാഹു
മനുഷ്യന്റെ മുമ്പിൽ നമിക്കുവാൻ സാഷ്ടാംഗം ചെയ്യാൻ പറഞ്ഞപ്പോഴും ഇബ്ലീസ് അതിന് തയ്യാറായില്ല. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ജിന്നുവർഗത്തിൽപ്പെട്ടയാളായിരുന്നു ഇബ്ലീസ്. പക്ഷെ എന്നാലും മലക്കളുടെ കൂടെ ഉണ്ടായിരുന്നു. നമിക്കാൻ ഇബ്ലീസ് തയ്യാറായില്ല. മനുഷ്യനെ സാഷ്ടാംഗം ചെയ്യാൻ ഇബ്ലീസ് തയ്യാറായില്ല. അതിന്റെ പേരിലാണ് ഇബ്ലീസ് അഹങ്കാരിയാണ്, നിഷേധികളിൽ പെട്ടുപോയി എന്നെല്ലാം ഖുർആൻ പറഞ്ഞത്. അല്ലാഹു പറഞ്ഞു, സഹോദരങ്ങളെ സഹോദരിമാരെ, മനുഷ്യന്റെ മഹത്വം ഇതാണ്. അതിനാൽ സഹോദരങ്ങളെ സഹോദരിമാരെ, വിവേചനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പ്രാഥമികമായി വേണ്ടത് ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കെല്ലാം ഉപരിയായി മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ആത്മീയമായ മഹത്വവും ഔന്നിത്യവും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ മഹത്വവും ഔന്നിത്യവും ഏറ്റവും അധികം പറയുന്ന ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനാണ്. സഹോദരങ്ങളെ, മനുഷ്യന്റെ ആത്മീയമായ ഉത്കൃഷ്ടത മനസ്സിലാക്കുക എന്നതാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഒന്നാമതായിട്ട് വേണ്ടത്, വിവേചനങ്ങളെ ഇല്ലാതാക്കാൻ ഒന്നാമതായിട്ട് വേണ്ടത്, വിവേചനങ്ങളെ ഇല്ലാതാക്കാൻ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ ആശയം, മനുഷ്യരെല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളും മനുഷ്യരെല്ലാവരും സഹോദരി സഹോദരന്മാരുമാണെന്ന ചിന്ത വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യരെല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളും മനുഷ്യരെല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കൾ എന്ന നിലയിൽ സഹോദരി സഹോദരന്മാരുമാണെന്ന വലിയ ആശയത്തെയാണ്, സിദ്ധാന്തത്തെയാണ് ഖുർആനിന്റെ ഭാഷയിൽ തൗഹീദ് എന്ന് പറയുന്നത്. ആ തൗഹീദാണ് വിവേചനങ്ങളെ ഇല്ലാതാക്കുന്ന ഉന്നതമായ രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്. മനുഷ്യരെല്ലാവരും ഒരേ സൃഷ്ടാവിന്റെ അടിമകളും ദാസന്മാരും ഒരേ മാതാപിതാക്കളുടെ മക്കളും എന്ന ചിന്ത, ആ ചിന്ത മനുഷ്യരിലുണ്ടാവുമ്പോൾ പിന്നെ വിവേചനങ്ങൾ ഉണ്ടാവില്ല. എല്ലാ വിവേചനങ്ങളും അതോടുകൂടി അസ്തമിക്കും. ആ ചിന്ത, ആ ബോധമുണ്ടാക്കാനാണ് ഖുർആൻ ഒരുപാട് വചനങ്ങളിലൂടെ ശ്രമിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. മനുഷ്യരെ, നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. നിങ്ങൾ സഹോദരി സഹോദരന്മാരാണ്. അതിന്റെ മുമ്പ് നിങ്ങളുടെ സൃഷ്ടാവ് ഒന്നാണെന്ന് പറഞ്ഞു. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ആ ഏകനായ നാഥന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുവിൻ. ആ നാഥൻ മാത്രമാണ് നിങ്ങളെല്ലാവരെയും സൃഷ്ടിച്ചത്. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ, വർണ്ണവർഗ വൈജാത്യങ്ങളില്ലാതെ നിങ്ങളെ മുഴുവൻ ആളുകളെയും സൃഷ്ടിച്ചത് ഏകനായ നിങ്ങളുടെ നാഥൻ. ആ നാഥൻ അറബി ഭാഷയിൽ അല്ലാഹു എന്ന് വിളിക്കും, ദൈവം എന്ന് വിളിക്കും, മറ്റുള്ള ഭാഷകളിൽ ഭഗവാൻ എന്ന് വിളിക്കും. സഹോദരങ്ങളെ, അങ്ങനെ ഭാഷാന്തര വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്ന പരമമായ യാഥാർത്ഥ്യമാണ്. ആ സൃഷ്ടാവിന്റെ സൃഷ്ടികൾ അവന്റെ ദാസന്മാരാണ്. നിങ്ങളെല്ലാവരും കേന്ദ്രീകരിക്കപ്പെടുന്നത് അല്ലാഹുവിലേക്കാണ്. അവന്റെ ദാസന്മാർ, അവന്റെ സൃഷ്ടികൾ. അതുപോലെ തന്നെ ഒരേ മാതാപിതാക്കളുടെ മക്കൾ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ജനങ്ങളെ, നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു. നിങ്ങളെ പരസ്പരം തിരിച്ചറിയാനാണ് വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി മാറ്റിയത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിശ്ചയം നിങ്ങളിൽ ഏറ്റവും ആദരണീയർ അല്ലാഹുവിന്റെ അടുക്കൽ സൂക്ഷ്മതയുള്ളവൻ മാത്രമാണ്. പടച്ചവനെ സൂക്ഷിക്കുന്നുണ്ടോ, പടച്ചവനെ ഭയപ്പെടുന്നുണ്ടോ, അത് മാത്രമാണ് നിങ്ങളുടെ ആദരവിന്റെ നിദാനമെന്ന് പറയുന്നത്. ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളും ദാസന്മാരും ഒരേ മാതാപിതാക്കളുടെ മക്കളും ആ അർത്ഥത്തിൽ സഹോദരി സഹോദരന്മാരുമാണെന്ന ഏകത്വ ചിന്തയുണ്ടല്ലോ, ആ സിദ്ധാന്തത്തെയാണ് തൗഹീദ് എന്ന് പറയുന്നത്. ആ തൗഹീദാണ് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന, വിവേചനങ്ങൾ ഇല്ലാതാക്കുന്ന രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ രണ്ട് കാര്യങ്ങൾ, വിവേചനങ്ങൾ ഇല്ലാതാക്കുന്ന രണ്ട് കാര്യങ്ങൾ. തീർന്നില്ല. മൂന്നാമത് വേണ്ടത് വിവേചനങ്ങളൊന്നും ദൈവികമല്ല എന്ന ബോധ്യമാണ്. ദൈവം തമ്പുരാൻ ഒരു വിവേചനവും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളെ പടച്ചപ്പോൾ ഒരു വിവേചനവും ഉണ്ടാക്കിയിട്ടില്ല. ചില അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. ചിലർ ദൈവത്തിന്റെ കാലിൽ നിന്ന് പടക്കപ്പെട്ടവർ, ചിലർ ദൈവത്തിന്റെ ഉടലിൽ നിന്ന്, ചിലർ ദൈവത്തിന്റെ ശിരസിൽ നിന്ന്. പക്ഷേ അന്ധവിശ്വാസങ്ങളെയൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതിനെയെല്ലാം നിരാകരിക്കുകയാണ്. ദൈവികമല്ല യഥാർത്ഥത്തിൽ ഈ വിവേചനങ്ങളൊന്നും, മറിച്ച് അത് മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമാണ് വിവേചനങ്ങൾ എന്ന ബോധം നമ്മിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മനുഷ്യരിൽ ചിലർക്ക് ചിലരുടെ മേൽ സുസ്ഥിരമായ അധീശത്വവും ആധിപത്യവും വാഴുന്നതിന് വേണ്ടി മനുഷ്യരായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് വിവേചനങ്ങൾ. ആ വിവേചനങ്ങൾക്കെതിരെ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു വിശ്വാസി എന്ന നിലയിലും പോരാടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വിവേചനങ്ങൾക്കെതിരെ പോരാടുന്നതിന്റെ ചരിത്രം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്.
സഹോദരങ്ങളെ, റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം പേർഷ്യൻ സേനാനായകനായ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ട്. പേർഷ്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വിവേചനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മനുഷ്യരെല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരും, ആ അർത്ഥത്തിൽ മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന ആശയം പേർഷ്യൻ കൊട്ടാരത്തിൽ മുഴക്കാൻ വേണ്ടി റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തമിന്റെ സേനാനായകനായ റുസ്തമിന്റെ അടുക്കലേക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായി കയറി ചെല്ലുന്ന ഒരു രംഗമുണ്ട്. മനോഹരമായ വസ്ത്രങ്ങൾ, രാജകീയമായ കുപ്പായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കഷ്ണം വെച്ച കുപ്പായവുമായി മുടി ജട പിടിച്ച അവസ്ഥയിൽ നിറം കറുത്ത ഒരു മനുഷ്യനായിരുന്നു റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് പേർഷ്യൻ സേനാനായകന്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്നത്. ഈ വേഷവിധാനമെല്ലാം കണ്ടപ്പോൾ റുസ്തം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ പഠിപ്പിക്കാനാണോ നിങ്ങൾ വന്നിട്ടുള്ളത്? എന്നെ പ്രബോധിപ്പിക്കുവാനാണോ നിങ്ങൾ വന്നിട്ടുള്ളത്? അതിനൊക്കെ നിങ്ങൾ വളർന്നിട്ടുണ്ടോ? അതിനൊക്കെ നിങ്ങളായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യാതൊരു പരിഷ്കാരവും നാഗരികതയുമില്ലാത്ത ഒരു ജനതയല്ലേ നിങ്ങൾ അറബികൾ? ഈ നിങ്ങളാണോ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഈ കൊട്ടാരത്തിലേക്ക് വന്നിട്ടുള്ളത്? പ്രവാചക ശിഷ്യൻ റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ക്ഷമയോടുകൂടി കേട്ട് നിന്നുകൊണ്ട് പ്രതികരിക്കുകയാണ്, ശരിയാണ് റുസ്തം, നിങ്ങളെ പേർഷ്യക്കാരും റോമക്കാരുമെല്ലാം വലിയ സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും കാവൽ ഭടന്മാരായിരുന്നപ്പോൾ ഞങ്ങളൊന്നുമല്ലാതിരുന്നു. പക്ഷേ ഞങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ദൂതനെ നിയോഗിച്ചു. ആ ദൂതൻ സത്യദീനിന്റെ സമ്പൂർണ്ണ വ്യവസ്ഥയുമായിട്ട് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ആ സമ്പൂർണ്ണ വ്യവസ്ഥ ജ്വലിപ്പിക്കുന്ന വെളിച്ചവുമായി, പ്രകാശവുമായിട്ടാണ് ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത്. ഒരു തരത്തിലുള്ള വിവേചനങ്ങളും സമൂഹത്തിൽ പാടില്ലെന്ന ആശയം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത്. പേർഷ്യൻ സേനാനായകൻ റുസ്തമിനെ ഉപദേശിക്കാൻ പോന്നവർ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് റുസ്തമിന്റെ ആളുകൾ ഇത് കേട്ടപ്പോൾ ആയുധമെടുക്കാൻ ശ്രമിച്ചുവെന്നാണ് ചരിത്രം. പക്ഷേ റുസ്തം പറഞ്ഞു, വേണ്ട, അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ, നമുക്ക് ക്ഷമാപൂർവം കേട്ടിരിക്കാം. അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ, നമുക്ക് ക്ഷമാപൂർവം കേട്ടിരിക്കാം. റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വിസ്തരിച്ച് പറയാൻ തുടങ്ങി, എന്തിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്? ഇബ്തഅസനല്ലാഹു ലിയുഖ്രിജന്നാസ മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ. ഞങ്ങളൊരു ദൈവദൂതന്റെ സന്ദേശം പറയാൻ വേണ്ടിയാണ് അങ്ങയുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത്. അല്ലാഹുവാണ്, ആ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലാഹുവിന്റെ ദൂതനാണ് ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. ലിയുഖ്രിജന്നാസ മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ. മനുഷ്യർ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി, മനുഷ്യർക്കുള്ള ദാസ്യവേലയിൽ നിന്നും അടിമത്വത്തിൽ നിന്നും അള്ളാഹുവിന്റെ അടിമത്വത്തിലേക്ക് മനുഷ്യർ ആനയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഭൗതിക ലോകത്തിന്റെ കുടുസതയിൽ നിന്നും ഐഹിക പാരത്രിക ലോകങ്ങളുടെ വിശാലതയിലേക്ക് മനുഷ്യൻ ആനയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ കൃത്യമായ ദൗത്യമുള്ളവരാണ്, ഞങ്ങൾ കൃത്യമായ ഉത്തരവാദിത്തമുള്ളവരാണ്. അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്കും മനുഷ്യർക്കുള്ള അടിമത്വത്തിൽ നിന്നും അള്ളാഹുവിന്റെ അടിമത്വത്തിലേക്കും ഐഹിക ലോകത്തിന്റെ കുടുസതയിൽ നിന്നും ഐഹിക പാരത്രിക ലോകങ്ങളുടെ വിശാലതയിലേക്കും മനുഷ്യരാനയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ ദൂതൻ നിയോഗിച്ചതാണ് ഞങ്ങളെ. ഇസ്ലാം, മതങ്ങളുടെ അനീതിയിൽ നിന്നും ഇസ്ലാമിന്റെ നീതിയിലേക്ക് മനുഷ്യകുലത്തെ ആനയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, വിവേചനങ്ങൾ, ആ വിവേചനങ്ങൾക്കെതിരെ ശബ്ദിക്കുക എന്നുള്ളത്, വിവേചനങ്ങൾക്കെതിരെ ഒച്ചയിൽ സംസാരിക്കുക എന്നത് ഇസ്ലാമികമായ നമ്മുടെ ദൗത്യമാണ്. പൗരന്മാർ എന്ന നിലക്കും നമ്മുടെ ദൗത്യമാണത്. അധികാരങ്ങളും സ്ഥാനമാനങ്ങളും സുസ്ഥിരമായി നിലനിർത്തുന്നതിന് വേണ്ടി മനുഷ്യരായി നിർമ്മിച്ചിട്ടുള്ളതാണ്. ജാതീയമായ വിവേചനങ്ങളും മറ്റും അതിനു മുമ്പിൽ കീഴടങ്ങാതെ ധീരമായി അതിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പേർഷ്യയിൽ നടമാടിയിരുന്ന ഭീകരമായ വിവേചനങ്ങൾക്കെതിരെ മുടി ജട പിടിച്ച കറുത്ത നിറമുള്ള കഷ്ണം വെച്ച കുപ്പായമിട്ട റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ശബ്ദിച്ചത് എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരെ ശബ്ദിക്കുവാനുള്ള നമ്മുടെ പ്രചോദനമായി മാറണം എന്നുള്ളതാണ്. കീഴടങ്ങാതെ വിവേചനങ്ങൾക്കെതിരെ ശബ്ദിക്കാനാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറും ലോകത്തോട് വ്യക്തമാക്കി നമ്മോട് പറഞ്ഞത്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞു, എനിക്ക് നിങ്ങളോടുള്ള ഉപദേശം ഇതാണ്, വിദ്യാഭ്യാസം നേടുക. കീഴാള ജനതയോട് പ്രത്യേകമായിട്ട് എന്നല്ല, രാജ്യത്തെ പൗരന്മാരോട് അദ്ദേഹം പ്രത്യേകമായിട്ട് നൽകുന്ന ഉപദേശമാണ്. എനിക്ക് നിങ്ങളോടുള്ള ഉപദേശം ഇതാണ്, വിദ്യാഭ്യാസം നേടുക, സംഘടിക്കുക, സമരം ചെയ്യുക, നിങ്ങളിൽ തന്നെ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക, ഒരിക്കലും പ്രത്യാശ കൈവിടാതിരിക്കുക. ഇത് ഭരണഘടനാ ശില്പിയുടെ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ വാക്കുകളാണ്. സഹോദരങ്ങളെ, പക്ഷേ ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് കുറച്ചുകൂടി നാം വിശദീകരിക്കുന്നു. വിവേചനങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ നാലാമതായിട്ട് വേണ്ടത് വിവേചനങ്ങൾക്കെതിരെ സംസാരിക്കാനുള്ള ഇസ്ലാമിന്റെ ആശയപരമായിട്ടുള്ള കരുത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വിവേചനങ്ങൾക്കെതിരെ ശബ്ദിക്കുവാനുള്ള ഇസ്ലാമിന്റെ ആശയപരമായ കരുത്ത് നമ്മൾ
നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. വിവേചനങ്ങൾക്കെതിരെ നിലപാടെടുക്കുവാൻ നാലാമതായിട്ട് നമ്മിൽ വേണ്ടത്. നമുക്കറിയാം ഇസ്ലാമിന്റെ ചരിത്രം. വെളുവെളുത്ത സൽമാൻ അൽ ഫാരിസിയെയും കറുകറുത്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുമാ ഇവരെ ഏകോദര സഹോദരന്മാരാക്കി മാറ്റിയ ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം. ചരിത്രത്തിലെ ഇസ്ലാം മാത്രമല്ല, ആധുനിക അതല്ലെങ്കിൽ ആധുനിക ലോകത്തോട് അടുത്തു നിൽക്കുന്ന ചരിത്രത്തിന്റെയും ഇസ്ലാം അങ്ങനെ തന്നെയാണ്. ലോകത്തുടനീളം പടർന്നു പന്തലിച്ച ഇസ്ലാമിക നവോത്ഥാനം എല്ലാ വിവേചനങ്ങളെയും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് അതിനെ സംബന്ധിച്ച് ലളിതമായി മനസ്സിലാക്കുന്ന ആളുകൾക്ക് വായിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ പോലും വിവേചനങ്ങൾക്കെതിരെയുള്ള ഇസ്ലാമിന്റെ അടയാളപ്പെടുത്തലുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഹോദരങ്ങളെ, സഹോദരിമാരെ, കൊച്ചി മഹാരാജാവിന്റെ പ്രജാസഭയിലെ അംഗമായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ. രാജസദസ്സിലെ ഒരു ചടങ്ങിലേക്ക് ജാതിയുടെ പേരിൽ കറുപ്പൻ പ്രവേശനം ലഭിച്ചില്ല, ക്ഷണം ലഭിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ കുറച്ചു കാലം മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ച പുലയ സമുദായാംഗത്തെ ക്ഷണിക്കുകയും ചെയ്തു. ഇസ്ലാം മതം സ്വീകരിച്ചയാൾ ആളുകൾ യാതൊരു വിവേചനവും അഭിമുഖീകരിക്കാതെ മുഴുവൻ സവർണ ഭവനങ്ങളിലും കയറിയിറങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് പണ്ഡിറ്റ് കറുപ്പൻ കണ്ടത്. അത് കാണുമ്പോൾ അദ്ദേഹം പാടുന്നുണ്ട്, അല്ലാ ഇവനൊരു പുലയനല്ലേ, അല്ലാ ഇവനൊരു പുലയനല്ലേ, അല്ലാ മതം നാളെ സ്വീകരിച്ചാൽ ഇല്ലാ തടസ്സം, ഇല്ലില്ലായിടത്തും പോകാം, ഇല്ലത്തും പോയിടാം. സഹോദരങ്ങളെ, എല്ലായിടത്തും പോകാം. ഇവിടെ ജാതീയമായിട്ടുള്ള വിവേചനങ്ങളില്ല, ദാർശനികമായിട്ടൊട്ടുമേയില്ല. ചില ആളുകൾ ഞാൻ നേരത്തെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ചില അബദ്ധങ്ങളിലും ചില പിന്തിരിപ്പൻ നിലപാടുകളിലും ഒക്കെ പെട്ടുപോകുന്നുണ്ട്. അതിനെ സംബന്ധിച്ചല്ല നമ്മൾ പറഞ്ഞത്. ദാർശനികമായി, താത്വികമായി അത്തരമൊരു നിലപാടിനെയും അത്തരമൊരു ജാതീയ നിലപാടിനെയും ഇസ്ലാം പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. സവർണ അവർണ വ്യത്യാസങ്ങൾ ഇസ്ലാമിലില്ല. അത് ഇസ്ലാമിലില്ല എന്ന് കേരളീയ നവോത്ഥാന ചരിത്രം പോലും വായിക്കുമ്പോൾ നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വിവേചനങ്ങളെ ഇല്ലാതാക്കണം. അതിനൊന്നാമത് വേണ്ടത് പറഞ്ഞതുപോലെ മനുഷ്യന്റെ മഹത്വം തിരിച്ചറിയുക എന്നുള്ളതാണ്. രണ്ടാമത് വേണ്ടത് മനുഷ്യരെല്ലാവരും ദൈവം തമ്പുരാന്റെ അള്ളാഹുവിന്റെ സൃഷ്ടികളും അതോടൊപ്പം തന്നെ ഒരേ മാതാപിതാക്കളുടെ ആദമിന്റെയും ഹവ്വയുടെയും മക്കളെന്ന അർത്ഥത്തിൽ സഹോദരി സഹോദരന്മാരുമാണെന്ന തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ്. ഇതെല്ലാം ഖുർആൻ നൽകുന്ന തിരിച്ചറിവുകളാണെന്ന് പറഞ്ഞു. മൂന്നാമത് വേണ്ടത് വിവേചനങ്ങൾ മനുഷ്യനിർമ്മിതമാണെന്ന ബോധ്യത്തോടുകൂടി വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പോരാടാൻ നമുക്ക്, അതിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. നാലാമത് വേണ്ടത് വിവേചനങ്ങൾക്കെതിരെ ശബ്ദിക്കാനുള്ള ഇസ്ലാമിന്റെ ആശയപരമായ കരുത്ത് നാം നേടുക എന്നുള്ളതാണ്. ആ ആശയപരമായ കരുത്ത് എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയുടെ കരുത്തല്ല, അത് തൗഹീദിന്റെ കരുത്താണ്, അത് ദർശനത്തിന്റെ കരുത്താണ്. സഹോദരങ്ങളെ, ആ കരുത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ കറകളഞ്ഞ തൗഹീദ് ഹൃദയത്തിൽ ആവാഹിച്ച മുഴുവൻ മനുഷ്യരിലും നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അതാ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പണ്ഡിതനായിരുന്നു. പതിഞ്ഞ മൂക്കുള്ള മുടി ജടകുത്തിയ അബ്സീനിയക്കാരനായ കറുത്ത നിറമുള്ള ഒരു പണ്ഡിതനായിരുന്നു അതാ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഒരു ഹജ്ജ് വേളയിൽ ജനങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് അക്കാലത്തെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് കടന്നു വരുന്നുണ്ട്. ജനങ്ങളെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് അക്കാലത്തെ ഭരണാധികാരി സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഈ അതാ ഇബ്നു റബാഹ് എന്ന് പറയുന്ന കറുത്ത നിറമുള്ള മുടി ജടകുത്തിയ ഈ അബ്സീനിയക്കാരനായ പണ്ഡിതൻ നടത്തുന്ന മജ്ലിസുൽ ഇൽമിലേക്ക്, വിജ്ഞാന സദസ്സിലേക്ക് കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ ഒരു മര്യാദ തോന്നിയില്ല. കാരണം രാജാവാണ്, ഭരണാധികാരിയാണ് എന്നൊക്കെ ശരിയാണ്. പക്ഷേ ആളുകളുടെ, വിശ്വാസികളുടെ ചുമലിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് ആളുകളൊക്കെ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിക്കൊണ്ട് അവരെ കവച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ അത് വിജ്ഞാന സദസ്സിനോടുള്ള അനാദരവാണ്, അത് മനുഷ്യരോടുള്ള ഒരു അധപകേടാണെന്ന് മഹാനായ പണ്ഡിതൻ അതാ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തിരിച്ചറിയുന്നു. സഹോദരങ്ങളെ, അതാ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ഉറക്കെ പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, ഖുദ് മകാനക്, അവിടെ ഇരിക്കണം, ഖുദ് മകാനക്, നിങ്ങൾ അവിടെ ഇരിക്കണം, നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കണം. വലാ തതഖദ്ദമിൻ നാസ്, ജനങ്ങളുടെ ചുമലുകൾ ചവിട്ടിക്കൊണ്ട് ഇങ്ങോട്ട് മുന്നോട്ട് കടന്നു വരരുത്. കാരണം ഫഇന്നൻ നാസ സബഖൂക ഇലാ ഹാദൽ മകാൻ, ജനങ്ങൾ നിങ്ങളുടെ ഒരുപാട് മുമ്പ് ഇവിടേക്ക് വന്നവരാണ്. ഇസ്ലാമിന്റെ സമത്വ ദർശനമാണ് സഹോദരങ്ങളെ. നമസ്കാരത്തിൽ നമ്മൾ കാണുന്നു, ആദ്യം വരുന്നവരാണ് മുന്നിലത്തെ സ്വപ്പിലിരിക്കുന്നത്. നല്ല പണക്കാരനായ ഒരാളാണ്, സമ്പന്നരായ ഒരാളാണ്, കോടീശ്വരനായ ഒരാളാണെന്ന് കരുതി ആളുകളുടെ ചുമലുകൾ കവച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല. കാരണം സമത്വ ദർശനമാണ്. സഹോദരങ്ങളെ, രാജാവ് ഇങ്ങനെ ആളുകളുടെ ചുമലുകളൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ചാടിക്കേറി മുന്നോട്ട് വന്നപ്പോ മഹാനായ പണ്ഡിതൻ അതാ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അബ്സീനിയക്കാരനായ ആ കറുത്ത മനുഷ്യൻ പറയാണ്, ഖുദ് മകാനക്, അമീറുൽ മുഅ്മിനീൻ അവിടെ ഇരിക്കണം. വലാ തതഖദ്ദമിൻ നാസ്, ജനങ്ങളുടെ ചുമലുകൾ കവച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് വരരുത്. ഫഇന്നൻ നാസ സബഖൂക ഇലാ ഹാദൽ മകാൻ, ഇവിടേക്ക് നിങ്ങളുടെ എത്രയോ മുമ്പ് നേരത്തെ വന്നിരുന്നതാണ് വിശ്വാസികളിൽ പലരും. അതുകൊണ്ട് എവിടെയാണോ നിങ്ങൾക്ക് ഇരിപ്പിടം കിട്ടിയത് അവിടെ ഇരിക്കണം. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഈ ഭരണാധികാരി പിന്നീട് പറഞ്ഞു, ഫവല്ലാഹി മാ ദലൽതു ഫീ ഹയാതി ഇല്ലാ ലിഹാദൽ ഹബശി ലാ മാല വലാ നസബ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ അബ്സീനിയക്കാരനായ ഒരു സ്വത്തും തറവാടുമില്ലാത്ത ഈ മനുഷ്യന് കീഴ്പ്പെട്ടതുപോലെ, ഈ മനുഷ്യൻ അനുസരിച്ചതുപോലെ വേറൊരു മനുഷ്യന് ഞാൻ വിധേയപ്പെട്ടിട്ടില്ല.
ഒരു സ്വത്തും തറവാടുമില്ലാത്ത അബ്സീനിയക്കാരനായ ഈ മനുഷ്യന് കീഴ്പ്പെട്ടതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാൾക്കും കീഴ്പ്പെട്ടിട്ടില്ല എന്ന് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ഭരണാധികാരി പറയാൻ. സഹോദരങ്ങളെ, അക്കാലത്തെ ഭരണാധികാരി അമവി ഭരണാധികാരിയായിരുന്ന സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന്റെ മുമ്പിൽ നീതിയുടെ, അദബിന്റെ, മര്യാദയുടെ ഉറക്കെയുള്ള ശബ്ദം പുറപ്പെടുവിക്കുവാൻ അതാ ഇബ്നു റബാഹ് എന്ന് പറയുന്ന ആ നീഗ്രോ വംശജനായ പണ്ഡിതന് സാധ്യമായത് ഇസ്ലാമിന്റെ തൗഹീദ് നൽകുന്ന കരുത്തുകൊണ്ടാണ്. ഇസ്ലാമിന്റെ തൗഹീദ് നൽകുന്ന കരുത്തുകൊണ്ടാണ്. സഹോദരങ്ങളെ, ആ തൗഹീദിന്റെ മഹത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദരിദ്രരിലേക്ക് നമുക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ സാധിക്കണം. പാവപ്പെട്ടവരിലേക്ക് നമുക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ സാധിക്കണം. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ പാവപ്പെട്ടവരുടെ വളർച്ചയ്ക്കും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനും സമ്പത്ത് ദാനം ചെയ്യാനും പലിശയില്ലാത്ത കടം നൽകിക്കൊണ്ട് സഹായിക്കാനും നമ്മിലുള്ള സമ്പന്നർക്ക്, വിദ്യാഭ്യാസ ബോധമുള്ള സമ്പന്നർക്ക് സാധ്യമാവണം. വലിയ പൈസ ലോൺ എടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കഷ്ടപ്പാടുകൾ പല വിദ്യാർത്ഥികളും അനുഭവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ആളുകളെ സഹായിക്കുന്നവരുണ്ട്, സഹായിക്കുന്ന സമ്പന്നരും വിദ്യാഭ്യാസ ബോധമുള്ള ആളുകളും ഇന്നും സൊസൈറ്റിയിലുണ്ട്. പക്ഷേ അങ്ങനെയുള്ള മനസ്സുള്ളവർ കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരേണ്ടുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. പഠിക്കാൻ പണമില്ലാതെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ സഹായം തേടുക, ദുർബലരെ സഹായിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ സഹായം തേടുക. അള്ളാഹു പറഞ്ഞതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അള്ളാഹ് പറഞ്ഞതായിട്ട് റസൂൽ പറയാൻ, അള്ളാഹ് പറയാൻ, ദുർബലരെ സഹായിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ സഹായം തേടുക. നിങ്ങളിൽ ദുർബലരെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ സഹായിക്കപ്പെടുന്നത്. നിങ്ങളിൽ ദുർബലരുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾ സഹായിക്കപ്പെടുന്നതും നിങ്ങൾക്ക് അന്നം ലഭിക്കുന്നതും. സഹോദരങ്ങളെ, വിദ്യാഭ്യാസ ലോൺ എടുത്തും മറ്റും പാവപ്പെട്ട കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്ന പുതിയ കാലത്ത് ലാഭേച്ഛകൾ നോക്കാതെ ദരിദ്ര വിദ്യാർത്ഥികളെ, സ്വയം പര്യാപ്തതയുള്ള ആളുകൾ, സമ്പന്നരായ ആളുകൾ സഹായിക്കുക എന്നത് വലിയ പുണ്യകർമ്മമാണ്. വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന അഞ്ചാമത്തെ കാര്യം അതാണ്. പാവപ്പെട്ടവരിലേക്ക് ചേർന്നതുകൊണ്ട് പാവപ്പെട്ട മക്കളെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാമ്പത്തികമായ പിന്തുണ നൽകുക. വിധവകളുടെ കാര്യത്തിൽ, ദരിദ്രരുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരാണ് ആര്? ദരിദ്രരുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവർ. സഹോദരങ്ങളെ, തീർച്ചയായും വിവേചനങ്ങളെല്ലാം അവസാനിക്കും. ഈ നിലപാടുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ വിവേചനങ്ങളെല്ലാം അവസാനിക്കും. വംശീയത പരാജയപ്പെടും. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ അതാണ് നമ്മോട് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വംശീയവാദിയായ ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും നമുക്കറിയാം, ഇറാന്റെ മുമ്പിൽ മുട്ടുകുത്തിയ നമ്രശിരസ്കരായിട്ടുള്ള ഒരു വർത്തമാനകാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആക്രമണത്തിന് തുടക്കമിട്ടത് ട്രംപായിരുന്നുവെങ്കിലും ഇന്ന് ഇറാന്റെ മുമ്പിൽ ഏത്തമിടേണ്ടുന്ന, അടിയറവ് പറയേണ്ടുന്ന ഒരവസ്ഥയിലാണ് സാമ്രാജ്യത്വവും സൈനിസവും എല്ലാം ഉള്ളത്. കാരണം വംശീയതയ്ക്ക് ഏറെ നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വർണ്ണവരിക്കും വംശീയതയ്ക്കും അതുപോലെ തന്നെ ഉന്മാദ സാർവദേശീയതയ്ക്കും ദേശീയതയ്ക്കും ഒന്നും, ഉന്മാദം ഒന്നിലും പാടില്ല. ട്രംപിനെയും നെതന്യാഹുവിനെയും നമ്മുടെ നാട്ടിലെ ഫാസിസ്റ്റുകളെയുമെല്ലാം പിഴപ്പിക്കുന്നത് അവരെല്ലാം നല്ല വികാരങ്ങളുടെ കൂടെയും ഉന്മാദം ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വംശീയവാദികൾ എവിടെയും ജയിക്കുകയില്ല, അവരെ തോൽക്കും എന്നതിന് കാലം നമ്മോട് സാക്ഷി പറയുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, കാലമാണ് നമ്മോട് പറയുന്നത്. അള്ളാഹു പറയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഖുർആനിൽ, ആ വിജയത്തിന്റെ ദിനങ്ങൾ, ആ സന്തോഷത്തിന്റെ ദിനങ്ങൾ ജനങ്ങൾക്കിടയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. മർദ്ദിത ജനവിഭാഗം, പിന്നോക്ക ജനവിഭാഗം, പാർശ്വവൽകൃത ജനവിഭാഗങ്ങൾ അവർ വിമോചിതരാകുന്ന കാലം വരും. യഥാർത്ഥത്തിൽ അവർ അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് കടന്നു വരുന്നതാണ് സവർണ വരേണ്യ വിഭാഗങ്ങൾ ഭയപ്പെടുന്നത്. അതുകൊണ്ട് അവർ ഭയപ്പെടുന്നത് എന്തോ അത് ഭൂമിയിൽ സംഭവിക്കുക തന്നെ ചെയ്യും. മർദ്ദിതരുടെ വിമോചനം യാഥാർത്ഥ്യമാകുമെന്ന് അള്ളാഹു പറഞ്ഞതാണ്, ഖുർആൻ പറഞ്ഞതാണ്. വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുളിഫു ഫിൽ അർളി വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. ദുർബല ജനവിഭാഗങ്ങൾ അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് കടന്നു വരുന്നതാണ് അവർ ഭയപ്പെടുന്നത്. അവർ ഭയപ്പെടുന്നത് എന്തോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദുർബലരായ ആളുകൾക്ക് അനുഗ്രഹം ചൊരിയണമെന്നാണ് നാം ഉദ്ദേശിക്കുന്നതെന്ന് അള്ളാഹു ഖുർആനിൽ പറയുകയാണ്. വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ. അവരെ ഭൂമിയിലെ അനന്തരഗാമികളും ഭൂമിയിലെ നേതാക്കന്മാരുമാക്കി മാറ്റണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. അവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകണമെന്നും അഭിനവ ഫറോവമാരും ഹാമാനുമാരും അവരുടെ ശിങ്കിടികളും
ശക്തികളും എന്തൊക്കെയാണോ ഭയപ്പെടുന്നത്, ഈ ദുർബല ജനവിഭാഗങ്ങൾ, പാർശ്വവൽകൃത സമൂഹങ്ങൾ, കീഴാള ജനവിഭാഗങ്ങൾ അധികാരത്തിലേക്ക് കടന്നു വരിക എന്നതാണ് അഭിനവ ഫറോവമാരും മഹാമാനുമാരും ഭയപ്പെടുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ പറയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുർബല ജനവിഭാഗങ്ങൾ വിമോചിതരാവാനും വിവേചനങ്ങൾ ഇല്ലാതാവാനും ആറാമതായി സ്വീകരിക്കേണ്ട നിലപാട് എല്ലാവരോടും സാഹോദര്യത്തോടുകൂടി ഇടപഴകുക എന്നുള്ളതാണ്. ലോക സമാധാനത്തിനായി മതങ്ങൾ കൈകോർക്കണം. പോപ്പ് ലിയോ 14 ആഹ്വാനമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന നീതിയുടെ ന്യായത്തിന്റെ ശബ്ദമായി കഴിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ തന്നെ ഈ മാർപ്പാപ്പയുടെ ശബ്ദവും മാറുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറയാൻ, ലോക സമാധാനത്തിനായി വ്യത്യസ്ത സമുദായങ്ങൾ കൈകോർക്കണം, സാഹോദര്യത്തിനായി കൈകോർക്കണം. സഹോദരങ്ങളെ, മുസ്ലിങ്ങളും ക്രൈസ്തവരും മറ്റെല്ലാ വിഭാഗങ്ങളും ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. വംശീയവാദിയായ ട്രംപിനെ ഭയപ്പെടാതെ ലോകത്തോട് അദ്ദേഹം സംവദിക്കുകയാണ്. ട്രംപിന്റെ ഭീഷണികളിൽ ഭയമില്ല, ബേജാറില്ല. ഇറാൻ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കുമെന്ന് പറയുന്ന ട്രംപിന്റെ ഭീഷണി അത് ശരിയല്ല, അത് ശരിയല്ല. അത്തരം വർത്തമാനങ്ങൾ ശരിയല്ലെന്ന് പറയാണ് മാർപ്പാപ്പ. സഹോദരങ്ങളെ, ലോക സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ എന്നും തുടരുമെന്നാണ് സഹോദരങ്ങളെ പോപ്പ് ലിയോ 14 പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സാഹോദര്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് വംശീയതയെ ഇല്ലാതാക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. ചിന്താശേഷിയുള്ള ആത്മീയ ആചാര്യന്മാർ മുഴുവൻ ലോകത്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എല്ലാത്തരം വേർതിരിവുകൾക്കും അതീതമായി സാഹോദര്യത്തോടുകൂടി പരസ്പരം ഇടപഴകുക, അതാണ് വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ ആറാമതായിട്ട് നാം സ്വീകരിക്കേണ്ട നിലപാടെന്ന് പറയുന്നത്. ഈ 6 നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മഹത്യകൾ വരെ സൃഷ്ടിക്കുന്ന ജാതിബോധത്തിനെതിരെ പൊരുതാനും സമൂഹത്തിൽ ഐക്യവും പരസ്പര സ്നേഹവും ശക്തിപ്പെടുത്താനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس، أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ടും മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി രണ്ടാമതായും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം, സർവോപരി പ്രവാചകന്മാരോടൊപ്പം, അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദുകളോടൊപ്പം, രക്തസാക്ഷികളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുവാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു തആല നമ്മെ പൂർണ്ണമായും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന ജീവിത സാഹചര്യങ്ങളും അല്ലാഹു തആല ഒരുക്കി കൊടുക്കുമാറാവട്ടെ. അതിനെല്ലാം ഉപരിയായി തഖ്വയും ഈമാനും അല്ലാഹു അവർക്കും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗ്ഗങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പിരടികളെ വിമോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുമാറാവട്ടെ. ദുർഭാഗ്യകരമായ തുലാഖ്, ഖുൽഅ, ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഇറാൻ ജനതയും ഫലസ്തീൻ ജനതയും
രാജ്യങ്ങളെയും ലോകത്തെ എല്ലാ മർദ്ദിത സമൂഹങ്ങളെയും അല്ലാഹു സഹായിക്കുമാറാവട്ടെ. മർദ്ദകരായ ട്രംപ്, നെതന്യാഹു, ഫാസിസ്റ്റുകൾ എല്ലാവരെയും അല്ലാഹു തആല പാഠം പഠിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഇസ്ലാമിക ഉമ്മത്തിനും രാജ്യത്തിനും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ, ലോകത്തിന് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ശേഷി നൽകി അല്ലാഹു തആല പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരണമേ നാഥ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. اللهم انصر المسلمين المجاهدين في فلسطين، اللهم انصرهم في إيران، اللهم انصرهم في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.